കലാഭവൻ സരിക ഇവരെ എല്ലാം വിറ്റ കാശ് കലാഭവൻ സരികയുടെ കയ്യിലുണ്ട്. ആര്യൻ അപ്പാന് ചേർത്ത് ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും, നീ അങ്ങനെ പോയി സംസാരിക്കുന്നു പറഞ്ഞാൽ അങ്ങനെ സംസാരിക്കും. അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈ ഷോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം. 24/7 കാണുന്നവർക്ക് പ്രത്യേകിച്ച് ഈ അപ്പാനി ശരത്തിന്റെ ഷാഡോയാണ് ഈ അക്ബർ, അതുപോലെ ആര്യൻ, അഭിലാഷ്. ഇവര് 3 പേരുമാണ് പ്രധാന ഷാഡോസ്. ഈ ഷാഡോസുകളെല്ലാം കൂടെ കഴിഞ്ഞ ദിവസം ഒരു പ്ലാൻ ചെയ്തിരുന്നു. ഷാനവാസ് ഉറങ്ങിക്കിടക്കുമ്പോൾ ഷാനവാസിനെ അവിടുന്ന് കട്ടിലിൽ നിന്നും തൂക്കിക്കൊണ്ട് പോയിട്ട് റെഡിൽ വെക്കുക, ഔട്ട് ആക്കുക എന്നുള്ളൊരു പ്ലാൻ നടത്തിയിരുന്നു. ഒനീലിനെ കൂട്ടിയിട്ടില്ലായിരുന്നു. ഒനീൽ എന്ത് ചെയ്തെന്ന് അറിയാമോ? ഒനീലാണെങ്കിൽ ഒന്നും മിണ്ടിയില്ല. ഇവരുടെ പ്ലാൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ ഇന്നലെ കൂടുകയും അതിനുശേഷം ഷാനവാസിനെ പൊക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കി മിണ്ടാതിരുന്നു. എന്നിട്ട് ഷാനവാസിനോട് വന്ന് രാത്രി കാര്യം പറഞ്ഞു. ഷാനവാസെ, അവർ നിന്നെ പൊക്കാൻ നോക്കും, ഞാൻ നിന്നെ പൊക്കാൻ വിടത്തില്ല എന്ന്, നിനക്ക് ഞാൻ അങ്ങനെ അവരെ ചെയ്യാൻ വിടത്തില്ല എന്ന് ഷാനവാസിനോട് പറഞ്ഞിരുന്നു. അതിനുശേഷം കഴിഞ്ഞ രാത്രി ആര്യനും ഈ ഒനീലും തമ്മിൽ ഒരു വഴക്കുണ്ടാകുന്നുണ്ട്. അതിനകത്ത് ഒനീൽ പറയുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്, നീ ആണെങ്കിൽ നിനക്ക് വേണ്ടിയല്ല നീ കളിക്കുന്നത്, നീ ആ അപ്പാനി എന്തോ പറയുന്നു, അപ്പാനി ചേർത്ത് എന്ത് പറയുന്നു, അത് കണ്ടാണ് നീ കളിക്കുന്നതെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ ഒരു തർക്കമൊക്കെ ഉണ്ടാകുന്നുണ്ട്. കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നി. ഒനിയൻ പ്രതികരിക്കേണ്ട രീതിയിൽ തന്നെ അത് പ്രതികരിച്ചു. എന്ന് വെച്ചാൽ വെളിയിലുള്ള ആൾക്കാർ എന്ത് പറയാൻ ഉദ്ദേശിച്ചോ അത് ഒനിയിൽ അവിടെ പറഞ്ഞു. എന്തായാലും നമുക്കതൊന്ന് കേൾക്കാം. എന്താ കാര്യം, എനിക്ക് അപ്പാനിയുടെ ഗെയിം കളിക്കണ്ട, അവന്റെ സ്കിൽ പൊളിക്കണം, ഇതാണ് എന്റെ പ്ലാൻ. അപ്പാനി ശരത്തിന്റെ സ്കീം എനിക്ക് കൊടുക്കണം. അപ്പാനി ശരത്തിന്റെ സ്കീം ഞാൻ പൊളിക്കും. അപ്പാനി ശരത്ത് പറയുന്ന പോലെ അല്ല ഞാനിവിടെ കളിക്കാൻ നിൽക്കുന്നതെന്ന് വ്യക്തമായിട്ട് അവിടെ ഒനിയിൽ പറയുന്നുണ്ട്. ഒനിയിൽ എന്താ വെച്ചാൽ ഇപ്പൊ അപ്പാനി ശരത്തിനെതിരെ ഒരു ഗ്യാങ് അവിടെ രൂപപ്പെട്ടു കഴിഞ്ഞു. അപ്പാനി ശരത്താണ് ഇവരെല്ലാം കൂടെ കൊണ്ടു നടന്ന് പവനായി ആണ്. അപ്പാനി ശരത്തിനെ ഞാൻ പവനായി എന്നേ വിളിക്കത്തുള്ളൂ കേട്ടോ. ഒരു കഥയും ഇല്ലാത്ത ആളാണ്. ബിൽഡപ്പ് മാത്രമേ ഉള്ളൂ, കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അപ്പം ഈ അപ്പാനി ശരത്തിന്റെ ഷാഡോ ആയിട്ട് ഞാൻ പറഞ്ഞില്ല, ഈ ആര്യനാണ് കൂടുതലും ഷാഡോ ആകുന്നത്. ആര്യൻ അപ്പാനി ശരത്ത് ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും, നീ അങ്ങനെ പോയി സംസാരിക്കുന്നു പറഞ്ഞാൽ അങ്ങനെ സംസാരിക്കും. അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് ഈ ആര്യൻ. എനിക്ക് ഇതുവരെയും എനിക്ക് ആര്യനെ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് ആര്യന്റെ ഒറിജിനൽ ഫേസ് അല്ല നമ്മളിപ്പോൾ കാണുന്നത്. ആര്യൻ അഭിനയിക്കുകയാണ്. ആര്യൻ ശരിക്കും അഭിനയിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ഷാഡോ ആയിട്ട് നിൽക്കുന്നെന്ന് പറഞ്ഞാലും ആര്യൻ മൊത്തവും അഭിനയമാണ്. അപ്പാനിയുടെ കൂടെ നിന്ന് ഒരു ക്ലച്ച് പിടിക്കണം എന്നുള്ള രീതിയിൽ അപ്പാനിയെ കൂട്ടുപിടിച്ച് അപ്പാനി പറഞ്ഞതെല്ലാം കേട്ട് ഇങ്ങനെ പോകുന്നു. പക്ഷെ അത് ഒനിയൽ ഇന്ന് അവിടെ തകർക്കുന്നുണ്ട്. അത് നല്ലതായി, ഞാൻ നോക്കിയിട്ട് നല്ല കാര്യമാണ്. വേറൊന്നുമല്ല, അവിടെ ഇങ്ങനെ സ്പ്ലിറ്റിംഗ് ഉണ്ടായാലും അവിടെ കളി നടക്കത്തുള്ളൂ. അല്ലാതെ അപ്പാനി പറയുന്നത് കേട്ട് 3-4 പേര് അപ്പാനിയുടെ കൂടെയും മറ്റേ ശാരിക പറയുന്നത് കേട്ട് ശാരികയുടെ കൂടെ കുറെ പേരും. അതുപോലെ തന്നെ ഒരു ഡേഞ്ചർ പാർട്ടിയാണ് കലാഭവൻ സരിക ഇവരെ എല്ലാം വിറ്റ കാശ് കലാഭവൻ സരികയുടെ കയ്യിലുണ്ട്. കലാഭവൻ സരികയും ഇതുപോലത്തെ ഒരു ക്യാരക്ടറാണ്. കലാഭവൻ സരിക ഈ കൂട്ടിത്തല്ലടിപ്പിക്കുമല്ലോ, കൂട്ടിയടിപ്പിക്കാൻ മിടുക്കാണ്. അത് ശാരികയെ കടത്തി വെട്ടും കലാഭവൻ സരിക ഞാൻ കണ്ടതിൽ. അതിനെനിക്ക് ധൈര്യമുണ്ട്. ഇനി എന്റെ സ്ഥലത്താണോ നീയാണോ ആരെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് പൊളിക്കാനുള്ള വകുപ്പ് അറിയാം. അല്ല, അതാണ് മോനെ നിനക്ക് പറഞ്ഞ മനസ്സിലാവുള്ള. നീ വല്ലവന്റെ ഗെയിം കളിക്കാണ്ട് സ്വന്തം ഗെയിം കളിക്കുക. അതാണ്, നീ വല്ലവന്റെയും ഗെയിം കളിക്കാതെ നീ സ്വന്തം ഗെയിം കളിക്കുക എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ശരിയാണ്, ഒനിയൽ പറഞ്ഞതിൽ ഞാൻ 100% സപ്പോർട്ടാണ്. എന്നുവെച്ചാൽ സ്വന്തമായിട്ട് ഒരു ഗെയിം ഇല്ല ആര്യന് ഈ ഷാഡോ ഗെയിം മാത്രമേ ഉള്ളൂ. ഈ ഞാൻ നേരത്തെ പറഞ്ഞ അപ്പാനിയുടെ ഷാഡോ ആയിട്ട് പ്രവർത്തിക്കുക, അവിടെ അപ്പാനി എന്ത് ഗെയിം പറയുന്നു ആ ഗെയിം അതുപോലെ കളിക്കുക എന്നുള്ളതാണ്. അതുപോലെയാണ് അക്ബറും സെയിം ഇതാണ്. ഒനിയൽ എന്തായാലും ചോദ്യം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി ഓരോരുത്തരായിട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങും. എന്നുവെച്ചാൽ ആര്യന് ഇനി ഇരിക്കപ്പുറത്തി ഉണ്ടാകത്തില്ല, ആര്യന് 8ന്റെ പണി കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നുവെച്ചാൽ ഏകദേശം എല്ലാവർക്കും ഇതിനെപ്പറ്റി മനസ്സിലായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒനിയൽ അവരുടെ കൂടെ പോയിരുന്ന് ഇവരുടെ പ്ലാൻ അറിയുകയായിരുന്നു. ഒനിയലിനെ ആദ്യം കൂട്ടിയിരുന്നില്ല പ്ലാനിലൊന്നും. ഇവർ 3-4 പേര് ചേർന്നുള്ള പ്ലാനിങ് ആയിരുന്നു ഇന്നലെയൊക്കെ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഒനിയൽ മാറി നിന്ന് കണ്ടപ്പോൾ അപ്പാനി ചേർത്ത് പയ്യ സോപ്പിട്ടൊക്കെ മുന്നിൽ പോയിട്ട് പുള്ളിയെ ഈ പറയുന്ന ഒനിയലിനെ വിളിച്ചുകൊണ്ട് വന്ന് അവരുടെ കൂട്ടത്തിൽ കൂട്ടുമായിരുന്നു. അപ്പോൾ ഒനിയൽ പോയിരുന്ന കാര്യങ്ങളൊക്കെ കേട്ട് നേരെ വന്ന് ഷാനവാസിനോട് പറഞ്ഞു കൊടുത്തു, നിനക്കുള്ള പണിയാണ്, നിന്നെ ഇവർ പണിഞ്ഞാൽ ഞാൻ പണിയാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഇവരെല്ലാവരും സ്പ്ലിറ്റ് ആവുന്നുണ്ട്, ഏകദേശം എല്ലാവരും സ്പ്ലിറ്റായി വരുന്നുണ്ട്. പക്ഷെ അതിനകത്ത് കൂടുതലും ഒറ്റയ്ക്കിരുന്ന് ഗെയിം കളിക്കാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ആര്യൻ മാത്രമാണ്. എന്ന് വെച്ചാൽ ആര്യന് എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ അപ്പന് ചേർത്തും അവരുടെ ഗ്യാങ്ങുകളും വരും, അവരവിടെ കിടന്ന് ബഹളം വെക്കും, കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ഒറ്റയ്ക്കൊരു ഗെയിം കളിക്കാനുള്ള ത്രാണിയൊന്നും ഈ ആര്യനില്ല. അതിനകത്ത് ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്നത് ഇപ്പം ഞാൻ നോക്കിയിട്ട് അനീഷ് മാത്രമേ ഉള്ളൂ. അനീഷും ആ ഗസേലും നല്ല ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷാനവാസും ഇപ്പോൾ ഒറ്റയ്ക്കായിട്ടുണ്ട്.
ഏകദേശം ഷാനവാസും ഇവര് 3-4 പേര് ഇപ്പം മാറി മാറി ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് നമുക്ക് ആവശ്യവും. എടാന്നല്ല, ഞാൻ നിന്നെ പ്രായത്തിൽ കുറെ നോക്കണം. ചേട്ടാനും വിടാ. എടാ ഞാൻ കാര്യം പറയട്ടെ, നീ നിന്റെ കളി കളിക്ക്, ഗ്രൂപ്പ് കളി കളിക്കല്ലേ, മനസ്സിലായ? അവിടെയാണ് നീ ഹീറോ ആണ്. നിനക്ക് ഹീറോ ആവണ്ടേ? നീ വല്ലവന്റെ അടിമയായെങ്കിൽ ഹീറോ ആവും. നീ ഗ്രൂപ്പ് കളി കളിക്കാതെ നീ നിന്റെ ഗെയിം കളിക്കുക, എന്നാലേ നീ ഹീറോ ആവൂ എന്ന് പറയുന്നുണ്ട്. നിനക്ക് ഹീറോ ആകണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. നീ വല്ലവന്റെയും അടിമയായാൽ നീ ഹീറോ ആകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാം കൃത്യമായ പോയിന്റോടുള്ള ചോദ്യമാണ് ഒഴിയൽ അവിടെ ചോദിച്ചത്. എനിക്കത് വളരെ 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 ഇഷ്ടപ്പെട്ടു. എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ചോദിക്കാൻ ഒരാൾ ഉണ്ടായല്ലോ അവിടെ എന്നുള്ളത്. അല്ലെങ്കിൽ എല്ലാവരും അപ്പാനി ചേർത്തിനെ കാണുമ്പോൾ മിണ്ടാതിരിക്കും. ഇപ്പം ലേഡീസിനൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പാനിയോട് സംസാരിക്കാൻ തന്നെ പേടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ അങ്ങനെ ഒരു ബിൽഡപ്പ് ആദ്യമേ വന്നപ്പോഴേ അപ്പാനി ഉണ്ടാക്കിയെടുത്തത്. അപ്പാനി എന്ത് വലിയ ടീമാണെന്നാണ് അപ്പാനി അവരെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നത്. വലിയ കളിക്കാരനുള്ള രീതിയിൽ, ഭയങ്കര ബുദ്ധിയുള്ള ആളെന്നുള്ള രീതിയിലൊക്കെ. പക്ഷെ ഒന്നുമല്ലെന്നുള്ള കാര്യം നമുക്ക് വെളിയിൽ നിന്ന് കാണുമ്പോൾ അറിയാം. ബെസ്റ്റ് പവനായി മാത്രം. അല്ല, ഞാൻ പറഞ്ഞാൽ നീ മനസ്സിലാക്കി, നീ അക്ബറിന്റെ നോമിനിയാണ് ആണോ? പിന്നെ ഞാൻ വേണ്ട അക്ബറെ ഞാൻ കളിക്കുമെന്ന് പറയാൻ പറ്റുമോ? അപ്പം ഇതാണ് ഇന്നലെ രാത്രി അവിടെ നടന്ന സംഭവം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒനിയനെങ്കിലും അവിടെ പ്രതികരിച്ചല്ലോ എന്നുള്ളതാണ്. കൂടുതൽ പേരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അപ്പാനി ശരത്തിന്റെ കൂടെ കുറെ പേര്, ഞാൻ പറഞ്ഞ 3-4 പേര് അപ്പാനി ശരത്തിന്റെ കൂടെ, അപ്പാനി ശരത്ത് വന്നിട്ട് എന്തെങ്കിലും അവിടെ ഗെയിം പ്ലാൻ പറഞ്ഞു കൊടുക്കും. ആ ഗെയിം പ്ലാൻ അനുസരിച്ച് ഇവർ കളിക്കുക. ഇവർക്ക് സ്വന്തമായിട്ട് ഗെയിം ഇല്ല. ഈ അക്ബറിനാണെങ്കിലും ഈ പറയുന്ന അഭിലാഷനായ ഈ പറയുന്ന ആര്യനാണെങ്കിലും ഇവിടെ സ്വന്തമായിട്ടൊന്നും ഒരു ഗെയിമും ഇല്ല. എല്ലാം അപ്പാനി രാവിലെ പ്ലാൻ ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാണുമ്പോൾ അപ്പാനി പറഞ്ഞു കൊടുക്കും, അതിനനുസരിച്ച് നീങ്ങും, അതെല്ലാം കുളമാവുകയും ചെയ്യും. ചുമ്മാ പോയി കൂടുതലൊന്നും ഒന്നുമില്ല. അനീഷിൻ്റെ അടുത്ത് പോയി വാവയ്ക്കുക, ഇപ്പം വേറെ ആളെ കൂടെ കിട്ടിയിട്ടുണ്ട് ഷാനവാസിനെ, അങ്ങനെ ട്രിഗർ ചെയ്യുക, ഇതൊക്കെയാണ് അവർ. പക്ഷെ ഇവരുമായിട്ട് എതിർത്ത് നിൽക്കുന്നവരോട് ഇവരെല്ലാവരും ഈ കോംപ്രമൈസ് ആയിട്ടുമുണ്ട്. അത് ലേഡീസിനെയൊക്കെ നല്ല കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഓരോരുത്തരെയും പോയി സോപ്പിട്ട് വെച്ച് എടുത്തിരിക്കുകയാണ്. ഇതിനകത്ത് നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലായത് ആര്യൻ ഫേക്ക് ആണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആര്യൻ ഒറിജിനൽ സ്വഭാവത്തിലല്ല ഇപ്പൊ കളിക്കുന്നത്. എന്നുവെച്ചാൽ ആര്യന്റെ സംസാരവും കാര്യങ്ങളും എല്ലാം കേൾക്കുമ്പോൾ നമുക്കറിയാം ഒരു പിക്നിക്ക് വന്ന പോലെയൊക്കെയാണ് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഗെയിം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണോ, അതോ ഇനി ഷാഡോയായിട്ട് നിന്നാൽ മതിയെന്നോ, കുറച്ച് ദിവസം എനിക്ക് ഇവിടെ നിന്ന് കുറച്ച് കാശുമായിട്ട് പോയാൽ മതിയെന്നാണോ? ആൾക്കാരെല്ലാം അറിയുമല്ലോ, ഒരു 10-25 ദിവസമൊക്കെ നിന്ന് കഴിയുമ്പം ആൾക്കാരെല്ലാം ശരിക്കും അറിയും. അത് മതി എന്നുള്ള രീതിയിലാണോ, അതുകൊണ്ടാണോ ഇനി ഷാഡോ കളിച്ച് നിൽക്കുന്നത് അറിയത്തില്ല. ഇനി സിനിമയിലെങ്ങാനും അപ്പാനി ചാൻസ് കൊടുക്കാൻ അപ്പാനി ഇനി സിനിമയിലെങ്ങാനും ചാൻസ് കൊടുക്കാമെന്ന് വല്ല വാഗ്ദാനവും നൽകിയിട്ടുണ്ടോന്നും അറിയത്തില്ല. എന്തായാലും അപ്പാനിയുടെ ഗെയിം ഓരോന്നായിട്ട് പൊളിയുന്നുണ്ട്. ഇനി ഏകദേശം മുന്നോട്ട് പോകും തോറും അപ്പാനി തന്നെ ആയിരിക്കും ഇവരുടെ എല്ലാം ടാർഗറ്റ്. എന്ന് വെച്ചാൽ അപ്പാനി തന്നെ വരുത്തി വെച്ചതാണത്. ഇപ്പൊ അപ്പാനിക്ക് ഇപ്പോൾ സ്വന്തമായിട്ട് കളിക്കാനും പറ്റത്തില്ല, ഇവരെ വിട്ടോട്ട് നിൽക്കാനും പറ്റത്തില്ല എന്നുള്ള അവസ്ഥയായി. എന്തായാലും ഇവരെല്ലാം സ്പ്ലിറ്റായി ഒറ്റയ്ക്ക് കളിച്ചാലേ ഗെയിം മുന്നോട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഇതൊരു ഗ്രൂപ്പിസമായിട്ട്, നേരത്തെ ഈ പറഞ്ഞതുപോലെ അടിമ ഗെയിം എന്ന് തന്നെ പറയും. അത് തന്നെ ഒനിയൻ പറഞ്ഞതും, നീ ഒരു അടിമയായിട്ട് നിൽക്കരുതെന്ന്. അതുപോലെ അടിമയാക്കി അപ്പാനി കുറച്ച് പേരെ വെച്ചിട്ടുണ്ട്. ആ അടിമകൾക്ക് ഉള്ള ഡോസ് എല്ലാം ഇപ്പൊ കിട്ടി ഓരോ സൈഡിൽ നിന്ന് തുടങ്ങുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.